ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സുഗീനാണ്. ചെറുപയറും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് സുഗിയൻ. നമുക്ക് റെസ്റ്റോറൻറ്റുകളിലും നമ്മുടെ നാടൻ ചായക്കടകളിലൊക്കെ നമ്മൾ കിട്ടുന്ന ഒരു വിഭവമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇന്നലെ ചെറുപയർ വെള്ളത്തിലിട്ട് ചെറുതായിട്ട് മുളപ്പിച്ച് റെഡിയാക്കിയിരിക്കുന്ന ഒരു ചെറുപയറാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മുളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മുളപ്പിക്കുവാണെങ്കിൽ അതിന് ഗുണം കൂടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ചെറുപയറിൻ്റെ മുളപ്പിച്ച് കഴിക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറേലും കുതിരാൻ വേണ്ടി വെള്ളത്തിലിടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അല്പം ഒരു തേങ്ങായും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കുന്നത് പോലെ. ഇപ്പോൾ ഞാൻ തേങ്ങായും ചേർത്ത് വേവിച്ച് എടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന 3/4 കിലോ ചെറുപയറാണ്. അതിനുവേണ്ടി ഞാൻ 1/2 കിലോ ശർക്കരപ്പാനിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമ്മളൊക്കെ മിക്സ് ചെയ്ത് ഇട്ട് വേണം ഉണ്ടാക്കാൻ. ശരിക്കും മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ അല്പം ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചതും ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉരുട്ടിയെടുത്ത് നമ്മൾ അല്പം അതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടി നമ്മൾ അല്പം മഞ്ഞൾപ്പൊടിയും മൈദയും ഒരു സ്വല്പം ഉപ്പും ചേർത്ത് അതിൻ്റെ കോട്ടിങ് ഉണ്ടാക്കി അതിൽ മുക്കിയിട്ടാണ് നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇടുന്നത്. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്ത് വരാം. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ സുഗിയൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഒരു 4 മണി പലഹാരം ആണ്. നമുക്ക് വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അതുപോലെ തന്നെ നല്ല പോഷക ഗുണങ്ങളുള്ള ഒരു വിഭവമാണ്. ചെറുപയറാണ് ഇതിൻ്റെ മെയിൻ, അറിയാമല്ലോ. അപ്പം ചെറുപയറിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം.